ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് തന്നെ ഒരു കോട്ട് വായിച്ചുകൊണ്ടാണ്. ആ കോട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പറഞ്ഞതായാലും മറ്റൊരാൾ പറഞ്ഞതായാലും പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതായാലും നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും തന്നെ സ്വീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. ഇത് പറഞ്ഞത് ശ്രീബുദ്ധനാണെന്നാണ് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത്. ആര് പറഞ്ഞതാണെങ്കിലും വളരെ അർത്ഥവത്തായൊരു കോട്ടാണത്. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒന്നും നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇത് വായിച്ചുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നേരം പരവരാ വെളുത്തു കഴിഞ്ഞു. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ദോശയും ചമ്മന്തിയാണ്. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ തക്കാളി ഇങ്ങനെ എന്താ പറയുക, അത് ചുട്ടെടുക്കുകയാണോ അങ്ങനെ ഉണ്ടാക്കുന്നൊരു ചമ്മന്തിയാണ് സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെ. പക്ഷെ ഞാൻ ഈ ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ടിട്ടാണ് വഴറ്റാറ്. ഇതിങ്ങനെ സെപ്പറേറ്റ് വഴറ്റി എല്ലാം കൂടെ, അതായത് ഉള്ളി, വെളുത്തുള്ളി, മുളക്, പച്ചമുളകും ചുവന്ന മുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചുവന്ന മുളകിൻ്റെ പൊടിയൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് അത്രയും എരിവിൻ്റെ ആവശ്യമില്ല. അത് കാരണം ഞാൻ ആ എരിവ് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് മിക്സാക്കിയൊരു ചമ്മന്തി. സംഭവം നല്ല അടിപൊളി ചമ്മന്തിയായിരുന്നു. പിന്നെ ഇത് റവ ദോശയാണ്. റവ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവയും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കൂടെ ഇട്ട് അതിനകത്തേക്ക് ഒരു ഈനോ പാക്കറ്റും കൂടെ ഇട്ട് ഒരു 10 മിനിറ്റ് വെച്ച്, ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ 10 മിനിറ്റ് വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത മനോഹരമായ ദോശയാണിത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, നല്ല ടേസ്റ്റാണ്. ഈ ചമ്മന്തി നല്ല ടേസ്റ്റായിട്ട് തോന്നി എനിക്ക്. സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ട് തന്നെ തോന്നി. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റി ചമ്മന്തിയും ദോശയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.